എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിൾ ആയിട്ട് 10 മിനിറ്റിൽ നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. 1 കപ്പ് ഗോതമ്പ് മാവ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് പൂരിമാവിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം. പൂരിമാവിൻ്റെ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര റെഡി ആവുമ്പോഴേക്ക് 2-3 സാധനം പൊടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 4-5 കാഷ്യൂ, 1 ടീസ്പൂൺ ശർക്കര. ഇതെല്ലാം തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. 5 മിനിറ്റോളം തിളപ്പിക്കണം കേട്ടോ ശർക്കര പാനി. കുറേശ്ശെ ഒരു ഒട്ടല് പോലെ വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് തണുക്കുമ്പോഴേക്ക് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. മാവ് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. ഈ വലിപ്പത്തിലാണ് ബോൾസ് ആക്കുന്നത്. പ്രസ്സിൽ കുറച്ച് എണ്ണ തൊട്ട് കരട്ടുണ്ട്. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പൂരി റെഡിയാക്കാം. പൂരി റെഡിയാക്കി എടുത്തു. പൊടിച്ച പൊടി ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര പാനി തണുത്തുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ ഒരു പൂരി എടുത്ത് ശർക്കര പാനിയിൽ മുക്കുന്നുണ്ട്. നല്ലോണം മുക്കിക്കോളോട്ട. മുക്കി എടുത്തത് ഒരു പ്ലേറ്റിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ പൊടി മുകളിലിട്ട് കൊടുക്കാം. പൊടിയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മടക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും മടക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ പൂരിയും റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.